ഫ്രണ്ട്സ് ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കിന്ന് വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ബിസി ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മിനിയാന്നിട്ട വീഡിയോ ആണ്. ജാസ്മിനെ ബേസ് ചെയ്തുള്ള വീഡിയോ ആണ് കേട്ടോ. ജാസ്മിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, മിനിയാന്നിട്ട വീഡിയോ ആണ്. അപ്പോൾ ബിഗ് ബോസ് റിലേറ്റഡ് ജാസ്മിൻ, അതായത് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണാനിടയായി. അപ്പോൾ ആ വീഡിയോയിൽ ഓൾറെഡി ഈ യൂട്യൂബേഴ്സ് പറയുന്നുണ്ടായിരുന്നു, അവരും ജാസ്മിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവർക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നു എന്നും വധഭീഷണി വരെ വന്നു എന്നും പറഞ്ഞു. അതുപോലെ ഭയങ്കര തെറിയായിട്ടുള്ള കമൻസ്. നീ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ വിവരം അറിയും, എനിക്ക് ഒരു സമയം 24 മണിക്കൂർ തരാം, അതിൻ്റെ അകത്ത് നീ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിരിക്കണം, ജാസ്മിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിന് ഭീഷണി വന്നിട്ടുണ്ടായിരുന്നു. അവരത് ബേസ് ചെയ്തൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് വീഡിയോ കണ്ടതിന് ശേഷം ഞാനത് മൈൻഡ് ആക്കാതെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മൂവ് ചെയ്തു. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മളത്ര വലിയൊരു യൂട്യൂബറൊന്നും അല്ലല്ലോ. ഈ വലിയ യൂട്യൂബേഴ്സിനാണ് ഈ വന്നിട്ടുള്ള സംഭവം. സോ അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ എൻ്റെ ഫോൺ രാവിലെ നോക്കിയപ്പോൾ ഏതോ ഒരുത്തൻ വളരെ മോശമായിട്ട് ഒരു അഞ്ചോ ആളൊന്നുമല്ല, അതിൽ കൂടുതലായിട്ടുള്ള കമൻസുകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ താഴെ ഇട്ടിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള കമൻസ്, എന്നെയും എൻ്റെ വീട്ടുകാരെയൊക്കെ പറയുന്ന കമൻസ്. ഞാൻ ആ കമൻസ് ഞാനിവിടെ കാണിക്കുന്നില്ല. കാരണം എനിക്ക് കമൻസ് ഇങ്ങനെ ഷെയർ ചെയ്യാമെന്ന് ഇഷ്ടമുള്ള കാര്യമല്ല, എസ്പെഷ്യലി തെറി കമൻസ് ഒന്നും. ഓക്കെ, അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് അത് ഡിലീറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു. അതവിടെ വെച്ചുകൂടായിരുന്നു. നമ്മൾ എനിക്ക് ഇങ്ങനത്തെ കമൻസുകളൊന്നും കീപ്പ് ചെയ്യാൻ ഇഷ്ടമല്ല. കാരണം മറ്റുള്ള ആൾക്കാരിത് വായിക്കും. അപ്പോൾ എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഈ കമൻസ് ഞാൻ ഡിലീറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. എനിക്കത് ഷെയർ ചെയ്തിട്ട് കുറച്ചും കൂടെ അറ്റൻഷൻ കിട്ടുമായിരിക്കും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ അതിലോട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇട്ട ആളിത് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളുണ്ടാവുമല്ലോ ഈ കമൻസ് ഇടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, ഈ ഇട്ട കമൻസ് കൊണ്ട് എനിക്ക് ഒന്നും വരാൻ പോകുന്നില്ല. എനിക്കത് മാനസികമായിട്ട് എന്നെ 1% ഇത്ര പോലും എന്നെ അത് ഹേർട്ട് ചെയ്തിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല. എന്നെ പറഞ്ഞതോ എൻ്റെ വീട്ടുകാരെ പറഞ്ഞതോ ഒന്നും. ഓക്കെ, ഇനിയും കമൻസ് ഇടാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ കമൻസ് ഇടുക, ഞാൻ ഡിലീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ അത് നോക്കാനൊന്നും ഞാൻ പോകുന്നില്ല. അത് വായിച്ചിട്ട് വേദനിച്ചിരിക്കാനോ സങ്കടപ്പെട്ടിരിക്കാനോ ഒന്നും പോകുന്നില്ല. ഷൈന അതാണെന്ന് ഇതാണെന്നൊക്കെ പറഞ്ഞു, നോ മാറ്റർ. ഓക്കെ, ഞാനെന്തോ ബംഗാളിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ബംഗാളിയാണ്, ആസാമിയാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടേക്കുന്നു. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു കമൻറ്റ് കാണുന്നത്, ഞാൻ ബംഗാളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എല്ലാ രീതിയിലും പല ആൾക്കാരും പലതും പറയും, പക്ഷേ ബംഗാളിയാണെന്ന് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു കമൻറ്റ് കാണുന്നത്. ബംഗാളിയെ പോലെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്തായാലും ഹിജഡയെ പോലെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാനെന്തോ ഹിജഡയാണെന്നോ ട്രാൻസ്ജെൻഡർ ആണെന്നോ അത് നിങ്ങൾക്ക് അറിയില്ല. ഞാനൊരു ട്രാൻസ്മെൻ്റാണ്. നിങ്ങൾക്ക് അറിയുമോയെന്ന് ചില ആൾക്കാർക്ക് അറിയുണ്ടാവും അല്ലേ. ഞാനൊരു ട്രാൻസ്മെൻ്റാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് അതിൽ ഒരു അത്ഭുതമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യമില്ല. നീ ഇങ്ങനത്തെ ആളാണെന്നോ നീ അങ്ങനത്തെ ആളല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ വളരെ മോശമായിട്ട് അവിടെ വെച്ച് കണ്ടുവെന്നോ ഇവിടെ വെച്ച് കണ്ടുവെന്നോ എന്തൊക്കെയോ മോശമായിട്ട് സംസാരിക്കുക. ഈ കേരളത്തിൽ കിടക്കണ ഇവൻ എന്നെ കേരളത്തിൽ എവിടെ വെച്ച് കാണാനാണ്? ഞാൻ കേരളത്തിലല്ല മോനെ ഉള്ളത്. ഇതൊക്കെ പറഞ്ഞ ആൾക്കാരങ്ങ് ഇടുക തന്നെയാണ്. അപ്പോൾ എന്ത് പറയാനാണ്? അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ പോലും വിചാരിക്കണം എന്താ അറിയോ, ഈ ഇടുന്ന ആൾക്കാർ നമുക്ക് ഭയങ്കര അധികം ഹേർട്ടാവും. ഇത് കണ്ടിട്ട് നമ്മൾ വിഷമിക്കും, നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആയിപ്പോവും. പിന്നെ നമ്മൾ വീഡിയോ ഒന്നും ചെയ്യൂല, അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് എന്തോ പോലെ ആയി പോകുന്നൊക്കെ ഒരു വിചാരമുണ്ട്. എൻ്റെ പൊന്നു മോനെ, എനിക്ക് ഇത് കേട്ടിട്ട് ഒരു ചുക്കുമില്ല, ഒരു ചുക്കും. ഇതിൻ്റെ അപ്പുറം കേട്ടാലും ഒരു ചുക്കും വരാൻ പോകണം കേട്ടോ. നിനക്ക് ഇനിയും കമൻറ്റ് ഇട്ടോ, ഒരു ചുക്കുമില്ല. എനിക്ക് ആകെ ഡിലീറ്റ് ചെയ്യേണ്ട പണിയല്ലേ ഉള്ളൂ, അത് ഞാനങ്ങ് ചെയ്തുകൊണ്ട്. നീ ഇട്ട കമൻറ്റ് ചിലപ്പോൾ വായിക്കണം കൂടിയില്ല. വായിക്കണം, നമുക്കതിനൊന്നും നേരമില്ലേ ഇതൊക്കെ വായിച്ച് നേരം കളയാൻ. ഇതിനൊക്കെ മറുപടി കൊടുക്കുകയാണ്. ഈ മറുപടി എടുത്തിട്ട് ഇപ്പോൾ നീയും ഞാനും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം ഉണ്ടാവുക? ഞാൻ അപ്പോൾ നിനക്കതിന് മറുപടി തന്നാൽ പിന്നെ നീയും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? അത് പറ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഞാൻ ഡൗൺ ആവില്ല. ഇങ്ങനത്തെ കുറേ കമൻസ് കണ്ടിരുന്നു, അതൊക്കെ നാച്ചുറൽ, ക്വയറ്റ് നാച്ചുറൽ. ഓക്കെ,
ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾക്ക് കമൻറ്റ് എന്ത് മോശപ്പെട്ട കമൻറ്റ് ഇട്ടാലും ഞാൻ ഡിലീറ്റ് ചെയ്യുകയുള്ളൂ, അല്ലാതെ അതിന് മറുപടി തരില്ല. അത് പ്രതീക്ഷിക്കണ്ട. എനിക്കിതുകൊണ്ട് എന്തെങ്കിലും വിഷമം ഉണ്ടാവാൻ നിങ്ങൾ ഇട്ടതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എനിക്കിപ്പോൾ ഇതാരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എന്താണെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഒന്നും. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് വീഡിയോ ഞാൻ ചെയ്യും. അത് സൗകര്യം ഉണ്ടെങ്കിൽ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. ഓക്കെ, ഒരു നിർബന്ധമില്ല. ഞാൻ ജാസ്മിനെ കുറ്റം പറയും, ബിഗ് ബോസിനെ കുറ്റം പറയും. ജാസ്മിൻ നല്ല ചെയ്താൽ അത് പറയും, ബിഗ് ബോസ് നല്ല ചെയ്താൽ അത് പറയും, മറ്റുള്ളതാണെങ്കിൽ അത് പറയും. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഇത് എൻ്റെ ചാനലാണ്. ഞാൻ റിവ്യൂവറാണ്, ബ്ലോഗറാണ്. കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ കാണണ്ട. ഇതൊക്കെ മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോട് കേട്ടോ പറയണത്. ഓക്കെ, അല്ലാതെ മറ്റുള്ള ആൾക്കാരോടല്ല. ഇത്രയും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ജാസ്മിനെ തലി വെച്ച് കയറ്റി കിടക്കുന്ന ആൾക്കാർ. ജാസ്മിൻ ഇത്രയും ഫാൻസുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയണം കേട്ടോ, ഇമാതിരി ഫാൻസ്. അപ്പോൾ ഇത്രയും ബിഗ് ബോസ് ഇത്രത്തോളം മോശപ്പെട്ട ഒരു സ്വഭാവം കാണിച്ച ഒരാൾക്ക് ഇത്രത്തോളം ഫാൻസ് ഉള്ള കാര്യം സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതുവരെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആ യൂട്യൂബേഴ്സ് വന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് ഇത്രയും ഭീഷണി വരുന്നുണ്ട്, ഇത്രയും മോശമാണ്, ആളുകൾ വന്നിട്ട് തെറി പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. എന്നെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ജാസ്മിനെ പറഞ്ഞപ്പോൾ പല ആൾക്കാർക്ക് നോവുന്നുണ്ട്. അപ്പോൾ ജാസ്മിനും നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഞാനതിനെക്കുറിച്ചൊന്നും കിടക്കണില്ല, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണമില്ല. അത്രത്തോളം ഫാൻസ് ജാസ്മിനുണ്ട്. അത്രയും നെഗറ്റീവ് ഒരാൾക്ക് ഇത്രയും ഫാൻസ് ഭയങ്കര സംഭവം തന്നെ. നമ്മളതിനെക്കുറിച്ചൊന്നും സംസാരിക്കണില്ല, അതിനെക്കുറിച്ച് ആവശ്യമില്ല. ബട്ട് ഞാൻ ഒറ്റൊരു കാര്യം പറയാം, എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്കിഷ്ടമുള്ള വീഡിയോ ചെയ്യും. ഓക്കെ, പിന്നെ എൻ്റെ താഴെ കമൻറ്റ് ഇടാൻ നിർബന്ധം ഉണ്ടെങ്കിൽ ഇട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നോ മാറ്റർ. നമുക്കതിൽ യാതൊരു നഷ്ടവുമില്ല. ഡിലീറ്റ് ചെയ്യേണ്ട ഒറ്റ ആവശ്യമുള്ളൂ. അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് നമ്മളോട് സംസാരിക്കണില്ല. നമുക്കതിൻ്റെ സമയവും എൻ്റെ കാര്യങ്ങളും ഇല്ല, സംസാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഗൈസ്, വെക്കട്ടെ, പോട്ടെ. എന്നാലും ബംഗാളിയാന്നൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്കത് ചിരിയാണ്. പിന്നെ 1-2 കമൻറ്റ്സ് ഉണ്ടായിരുന്നു, വളരെ മോശപ്പെട്ട കമൻറ്റ്സ്. ജാസ്മിനെ കുറിച്ച് എന്തോ പറഞ്ഞപ്പോഴുള്ള കമൻറ്റ്സാണ്. ജാസ്മിന് എന്തൊക്കെയാണ് പറയുന്നത്, ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന കുറേ കമൻറ്റ്സ് ആയിരുന്നു. എന്താ എനിക്ക് ഓർമ്മയില്ല, ഞാനത് കംപ്ലീറ്റ് വായിച്ചൊന്നുമില്ല. കാരണം എനിക്ക് നെഗറ്റീവ് വായിക്കാൻ ഇഷ്ടമുള്ള ആളല്ല കമൻറ്റ്സ്. ഞാൻ ഡിലീറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ പറയാം, അച്ഛനും അമ്മയും പറയാം, അല്ല വാപ്പയ്ക്കും ഉമ്മയ്ക്കും പറയാം. വളരെ മോശമാട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞാലും എനിക്ക് ഇതൊന്നുമില്ല. ഞാൻ മോശമാണെന്ന് പറയാം, അത്ര തന്നെ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്താപ്പം അതിൽ പറയാനുള്ളത് പറഞ്ഞുകൂട്, കുറേ പറയാം. പിന്നെ നമ്മൾ ഇപ്പം ചില ആൾക്കാരുടെ ഉദ്ദേശമുണ്ട് ഈ കമൻറ്റ്സ് ഇടുമ്പോൾ. എന്താ ഉദ്ദേശം അറിയും, ഇന്ന ആൾ ഇത്രയും മോശപ്പെട്ട ഒരാളാണ്, ഇന്ന ആൾ മറ്റേ ആളെ അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു, ഇന്ന ആളെ കൂടെ പോയ ആളാണ് എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ള ആളുകളത് വായിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് മോശമായി ചിന്തിക്കുമല്ലോ. ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ പറയാം, അതൊക്കെ വളരെ വളരെ ചീപ്പാട്ടോ. ഈ പറയുന്ന ആളായിരിക്കും ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ടാവുക, അല്ലാതെ ഇപ്പം എന്താ പറയാൻ. ഇതൊക്കെ ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കാര്യമൊക്കെ മനസ്സിലാണ്. ഇങ്ങനെ പല ആൾക്കാരെ കമൻറ്റ്സ് ഞാൻ കാണുമ്പോഴേ ഇതൊക്കെ സത്യമാവും ഞാനും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് താഴെ വന്ന കമൻറ്റ്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ യാതൊരു ബന്ധമില്ലാത്ത, ഇപ്പോൾ എന്നെക്കുറിച്ച് തന്നെയാണോ പറഞ്ഞതുപോലെ, അയാൾക്ക് എന്നെക്കുറിച്ച് അറിയണമെന്നില്ല ഞാൻ എന്താണെന്ന്. പക്ഷെ അതിൻ്റെ താഴെ വന്നിട്ട് ഇത്രത്തോളം മോശമായിട്ട് കമൻറ്റ് ഇടുമ്പോൾ എന്ത് പറയാനാണ് ഞാൻ. നിങ്ങൾക്ക് ആൾ മാറി കമൻറ്റ് ഇട്ടൊന്നുമല്ലല്ലോ. അല്ല, എനിക്ക് അങ്ങനെ സംശയമുണ്ട്. കാരണം ഞാൻ കേരളത്തിൽ നിന്നൊക്കെ പോന്നിട്ട് വർഷം കുറേയായി. ഇത് മലയാളിയായിട്ട് ഒരുത്തനാണ് പറയണത് എന്നെ അവിടെ വെച്ച് കണ്ടു. എവിടെ വെച്ച് കണ്ടു? ഏതോ റോട്ട് വെച്ച് കണ്ടത്ര. ഞാൻ മറ്റേ പണിക്ക് പോകുന്നുണ്ട്, അതൊക്കെ ഉദ്ദേശിച്ചത്. ഞാൻ മറ്റേ പണിക്ക്, പണി ഞാൻ പറയണില്ല, രാത്രി പോണ പണി ഉണ്ടല്ലോ, അതിന് കണ്ടു കേരളത്തിലേ. ഞാൻ കേരളത്തിൽ നിന്നൊക്കെ പോകുന്നതിന് മോനെ വർഷം കുറേ ആയി, ഞാൻ നാട്ടിലല്ല ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അപ്പുറം പറഞ്ഞാൽ എനിക്ക് ഒരു ചുക്കുമില്ല. എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതൊക്കെ നിങ്ങളിഷ്ടമാണ്, അല്ല ഞാൻ പറയണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ട്രാൻസ്ജെൻഡർ ആവുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോറി, ട്രാൻസ്ജെൻഡർ അല്ല, ട്രാൻസ്മെൻ ആണുള്ള കാര്യം, ട്രാൻസ്മെൻ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, അത് സെപ്പറേറ്റ് എടുത്ത് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നീ അങ്ങനത്തോനല്ല ഇങ്ങനത്തോനല്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനത്തോ തന്നെയാണ്, ട്രാൻസ്മെൻ്റാണ്, അങ്ങനത്തെ ആൾ തന്നെ ഞാൻ. അപ്പോൾ അത് പറഞ്ഞ് കമൻറ്റ് ഇട്ടാലൊന്നും എന്നെ വേദനിപ്പിക്കേണ്ട. സോറി, ഞാൻ വേദനിക്കുമെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വേദനിക്കില്ല. ഓക്കെ, എനിക്കിതൊക്കെ ഞാൻ കുറേ കേട്ടതാണ്, കേട്ട് തയമ്പിച്ചാണ്. ഇത് കഴിഞ്ഞ് വേറെ വല്ല പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്തിട്ട്. ഇതൊക്കെ പഴയതാണ്, കുറേ കമൻറ്റ്സ് ഇട്ടിട്ട് നിങ്ങൾ വിചാരം കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങ് വിഷമിക്കുമെന്ന്.
എന്ത് വിഷമിക്കാൻ, ഈ നാട്ടുകാർ കാണുന്നു വിചാരിച്ചിട്ടുള്ള ഇൻസൾട്ട് ഉണ്ടാവും. ഒന്നുമില്ല, എനിക്ക് അങ്ങനത്തെ ചുക്കുമില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാകേണ്ട വെച്ചിട്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത് കമൻസ്. എനിക്ക് കമൻസ് ഡിലീറ്റ് ചെയ്യണം ഇതായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാകണ്ട. എന്ത് ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും അക്കൗണ്ടാണല്ലോ. അത് നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാകേണ്ട വെച്ചിട്ടാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോസിന് കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഇതുമായി വൃത്തിയായിട്ട കമൻസുകളൊന്നും വീഡിയോസിന് താഴെ ഉണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ, ഡിലീറ്റ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യും. അല്ലാതെ അത് എടുത്തിട്ട് ഞാൻ അങ്ങ് പൊക്കിയെടുക്കാനൊന്നും പോകുന്നില്ല. ആ മോൻ പറഞ്ഞ കാര്യം, ഈ കമ്പനിയിട്ട മോൻ പറഞ്ഞ കാര്യം, നിനക്ക് വ്യൂസ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ജാസ്മിനെയും ബിഗ് ബോസിനെയും കുറിച്ച് പറയുന്നത്. ഈ കണ്ട എല്ലാ യൂട്യൂബേഴ്സും വ്യൂസ് കിട്ടാൻ തന്നെ മോനെ ബിഗ് ബോസിനെ കുറിച്ചും ജാസ്മിനെ കുറിച്ചും പറയുന്നത്, അല്ലാതെ ഓരോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നുമല്ല. അത് ആദ്യം മനസ്സിലാക്കുക. എല്ലാ യൂട്യൂബേഴ്സും ഈ വീഡിയോ ചെയ്യുന്നത് വ്യൂസ് കിട്ടാൻ തന്നെയാണ്. അതിപ്പോൾ നീ വേറെ ഉണ്ടാക്കിയെടുക്കണ്ട. ഞാനും അതേപോലെ തന്നെ. അതിപ്പോൾ നീ പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിഞ്ഞൂടെ. വീഡിയോസും കാര്യങ്ങളും ഇനിയും ഇടും, ശക്തമായിട്ടിടും. ജാസ്മിനെതിരെ ഇനിയും ഇടും. അതായത് ജാസ്മിൻ്റെ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ് പറഞ്ഞിടും, മോശമായത് കണ്ടാൽ മോശമായിട്ടിടും, ഒക്കെ ചെയ്യും. ഓക്കെ, എന്നെ തെറി വേണമെങ്കിൽ തെറി പറയാം, എന്ത് വേണം ചെയ്യാം. ഓക്കെ, ഐ ഡോണ്ട് കെയർ. മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.